എല്ലാവർക്കും ഒരു അടിപൊളി ഗുഡ് മോർണിംഗ്. ഇപ്പോൾ ഇവിടെ മറ്റേ ഫ്യൂലിംഗ് സീസണും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ നേരം വെളുക്കൂട്ടോ. ഇതിപ്പോൾ ഞാൻ ഏകദേശം ഒരു 6 മണിയൊക്കെ ആയപ്പോഴത്തേക്കും എണീറ്റു. 5:30 ആയപ്പോഴത്തേക്കും ഉറക്കം പോയി. പിന്നെ പയ്യെ ഫോണിലൊക്കെ കളിച്ചിങ്ങനെ കിടക്കുന്ന ഒരു ടൈമാണ്. 6 മണി ആയപ്പോഴാണ് കറക്റ്റ് എണീക്കുന്നത് കേട്ടോ. ഗുഡ് മോർണിംഗ് ഗൈസ്. യെസ്, ആൻഡ് വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. പിന്നെ നമുക്കൊരു കുട്ടി ഡേ ഇൻ മൈ ലൈഫാണ്. ഐ എം ഗോയിങ് ടു ഷോ ഓർ ഫിൽം മൈ ക്ലീനിങ് റുട്ടീൻ. ഞാൻ ഇന്ന് കാണിച്ചു തരാം കേട്ടോ, ഞാൻ എങ്ങനെയാണ് വീട് ക്ലീൻ ചെയ്യുന്നത് ആൻഡ് ഒക്കെ. ഞാൻ ഇന്നലെ രാത്രി ഇല്ലാത്ത സമയം ഉണ്ടാക്കി ഞാൻ എൻ്റെ അടുക്കള ക്ലീൻ ചെയ്തിട്ടു. കുറച്ചുകൂടി ഉണ്ട്, വാക്യൂം ചെയ്യാനൊക്കെ ഉണ്ട്. പിന്നെ ഇന്ന് നമുക്ക് രാവിലെ കഴിക്കാൻ നല്ല ചൂട് ദോശയും നല്ല സാമ്പാറും ഉണ്ട്. അപ്പം അതും ഒക്കെ കാണിക്കാം. ആൻഡ് അങ്ങനെയൊക്കെയാണ് കുറച്ച് കാര്യങ്ങൾ. പിന്നെ പഠിക്കാനുണ്ട്, പ്രിപ്പറേഷൻ ചെയ്യാനുണ്ട്, പഠിക്കുന്നതിൻ്റെ കുറച്ചൊന്ന്, പിന്നെ ജിമ്മിൽ പോകാണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് നമുക്കിന്ന്. അപ്പം നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോവാം. വീട്ടിൽ നിന്ന് മാറി നിന്ന് പഠിക്കുന്ന ഓരോ പിള്ളേരും ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന ഒരു കാര്യം നാട്ടിൽ നമുക്ക് വീട്ടിൽ അമ്മമാരുണ്ടാക്കി തരുന്ന ഫുഡായിരിക്കും അല്ലേ. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഫുഡ് എന്ന് പറഞ്ഞാൽ ഇഡ്ഡലി സാമ്പാറും ആയിരുന്നു കുഞ്ഞിലേട്ടോ. അതുപോലെ എനിക്ക് ദോശയും സാമ്പാറും ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം തൽക്കാലം നമുക്കിവിടെ ഇഡ്ഡലി ഉണ്ടാക്കാനുള്ള ഒരു ഇതില്ലാത്തതുകൊണ്ട് ഞാൻ ദോശ കഴിക്കും കേട്ടോ. ഞാൻ അങ്ങനെ രാവിലെ എപ്പോഴും ഫുഡ് ഉണ്ടാക്കി ഇങ്ങനെ കഴിക്കുന്ന ഒരു പേഴ്സണല്ല. പക്ഷെ ഞാൻ വീട്ടിലിരിക്കുന്ന ലൈക്ക് ജോലിയുള്ള ദിവസമോ സ്കൂളുള്ള ദിവസമൊന്നും ഇങ്ങനെയല്ല കേട്ടോ. വീട്ടിലിരിക്കുന്ന ദിവസം എനിക്ക് എന്തെങ്കിലും നാട്ടിലെ ഫുഡ് വേണം. ഞാൻ ഓർത്തിട്ടില്ല, ഞാൻ നാട്ടിൽ നിന്ന് വരുന്ന ടൈമിൽ ലൈക്ക് എനിക്കിങ്ങനെയായിരുന്നു തോട്ട്സ് കംപ്ലീറ്റ്. ഓക്കെ, എനിക്ക് ബ്രെഡ് കഴിക്കാം, ബ്രെഡ് ഓംലേറ്റ് കഴിക്കാൻ ഇഷ്ടമാണ്, അല്ലെങ്കിൽ ഓട്സ് കഴിക്കാൻ ഇഷ്ടമാണ്, അല്ലെങ്കിൽ ലൈക്ക് സംതിങ്സ് ലൈക്ക് ഇങ്ങനത്തെ ബ്രേക്ക്ഫാസ്റ്റ് സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇതൊക്കെ കഴിക്കാൻ ഇഷ്ടമുള്ള ഒരു വ്യക്തിയായിരുന്നു ഞാൻ കുഞ്ഞിലെ. ചോക്കോസ് എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ജീവനായിരുന്നു. പക്ഷെ ഇവിടെ വന്ന ശേഷമുള്ള എനിക്ക് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് നാട്ടിലെ ഫുഡാണ്. അപ്പം ഞാനൊരു കാര്യം ചെയ്യും, ഞാൻ എപ്പോഴും നാട്ടിലെ ഫുഡ് തന്നെയാണ് ഉണ്ടാക്കുള്ളൂ. ഈ കുക്കറിനകത്ത് സാമ്പാറുണ്ടോ. അപ്പം ഞാൻ കാണിച്ചു തരാം. ഞാൻ അത്രയും ഒരു കൈൻഡ് ഓഫ് എക്സ്പേർട്ട് ആയി ഫുഡ് ഉണ്ടാക്കുന്ന കാര്യത്തിൽ. ഐ ആം സോ ഹാപ്പി. കാരണം ടേസ്റ്റ് എനിക്ക് പക്ക ഓക്കെയാണ്. ലൈക്ക് നാട്ടിൽ ഉമ്മച്ചി ഉണ്ടാക്കുന്ന ടേസ്റ്റ് ഒന്നും വരത്തില്ല എന്നുണ്ടെങ്കിലും നമ്മൾ പിച്ച വെച്ച് തുടങ്ങിയല്ലോ, അതിൽ അടിപൊളിയായിട്ട് ഇപ്പോൾ ഫുഡൊക്കെ ഉണ്ടാക്കും കേട്ടോ. ഞാൻ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് എൻ്റെ കണ്ണ് തുറന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഫസ്റ്റ്ലി ചെയ്യുന്നൊരു കാര്യം വെള്ളം കുടിക്കുക. വേറെ ഒന്നുമല്ല, ഞാൻ ആദ്യം ചെയ്യുന്നത് എൻ്റെ ഫോൺ എടുത്ത് എൻ്റെ വീട്ടിൽ വിളിക്കുകയാണ്. ഇതിപ്പോൾ എൻ്റെ വീട്ടിലേക്ക് വിളിക്കുന്ന 2ാം ഘട്ടമാണ് കേട്ടോ ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ടൈമിൽ. അപ്പം എല്ലാവരും അങ്ങനെ ആയിരിക്കും, ചിലപ്പോൾ വീട്ടിൽ വിളിക്കുന്ന പിള്ളേരായിരിക്കും. എനിക്കെന്തോ വീട്ടിൽ വിളിച്ചില്ലെങ്കിൽ എന്തോ ഞാനല്ലാത്തൊരു ഫീലാണ്. എനിക്കൊരു എന്താ പറയുക, ഒരു ഡിസ്കംഫോർട്ടാണ്. ഞാൻ വീട്ടിൽ വിളിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ഞാനെന്നുള്ള പേഴ്സൺ അവിടെ കംപ്ലീറ്റ് ആവുള്ളൂ. സോ ഞാൻ എപ്പോൾ സമയം കിട്ടിയാലും വീട്ടിൽ വിളിക്കുവേ. ആൻഡ് നമുക്ക് നല്ല ചൂട് സാമ്പാറും നല്ല ചൂട് ദോശയും ഒക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കഴിക്കണം. എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ, നല്ല സാമ്പാറായിരുന്നു കേട്ടോ ഇത്തവണത്തെ. ഇനിയിപ്പോൾ ഞാൻ നല്ല ദോശ സാമ്പാറൊക്കെ കഴിക്കട്ടെ. ഉമ്മച്ചി വിളിക്കായിരുന്നു, ഉമ്മച്ചിനെ വിളിച്ചുകൊണ്ട് കഴിക്കട്ടെ. അപ്പം ഞാൻ കഴിക്കുന്നൊന്നും എടുക്കുന്നില്ല കേട്ടോ. അങ്ങനെ നമ്മുടെ ഫുഡ് അടി കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ആൻഡ് ഈ ഒരു കാര്യം എനിക്ക് പതിവുള്ളതല്ല, എങ്കിലും ഇപ്പോൾ ഇവിടെ ചൂടായി തുടങ്ങിയിട്ടുണ്ട്. സമ്മറായിട്ടൊന്നുമില്ല, സമ്മറിന് മുന്നേ ഉള്ളൊരു സീസൺ ഉണ്ടല്ലോ, ഫ്രൂലിംഗ് ആണെന്ന് എനിക്ക് തോന്നുന്നത്, ആ സീസൺ ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്കൊരു ചെറിയൊരു നാരങ്ങാവെള്ളം കുടിക്കാനൊരു തോന്നില്ല. അതുകൊണ്ട് ഞാനൊരു നാരങ്ങാവെള്ളം ആക്കിയിട്ടുണ്ട്. നാരങ്ങാവെള്ളം കുടിച്ചിട്ട് നമുക്കിനി പയ്യെ ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ ഒത്തിരി മോശമായിട്ടൊന്നും അല്ല വീട് കിടക്കുന്നത്. ക്ലീൻ ആക്കുക എന്നുള്ളൊരു ഇത് വരുമ്പോഴത്തേക്കും കുറച്ച് അവിടെ ഇവിടെ ഒന്ന് ഓർഗനൈസ് ചെയ്യാൻ ഇടാനുണ്ട്, അത്രേ ഉള്ളൂ. കാരണം കഴിഞ്ഞ ദിവസം കുറച്ച് പാർട്ടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ വീട്ടിലുണ്ടായിരുന്നില്ല. അപ്പം അതും ഇതും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇട്ട് വെച്ചേക്കായിരുന്നു. ലൈക്ക് ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ ഈ ഒരു കസേരയിനകത്ത് എൻ്റെ ഒരു ജാക്കറ്റ് കിടക്കുന്നുണ്ട്, അതുപോലെ ഒരു പില്ലോ ഉണ്ട്, ഒരു ടവലുണ്ട്, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുള്ളൂ. അപ്പോൾ ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഓർഗനൈസ് ചെയ്ത് വെക്കാം. പിന്നെ ഈ നിലത്തോടെ കുറച്ച് അല്ലറ ചില്ലറ സാധനങ്ങൾ കിടക്കുന്നുണ്ട്. ഇതൊക്കെയാണ് വീട്ടിലെ പണികൾ എന്ന് പറയുന്നത്. ഇതെല്ലാം ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തു വെച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളെ ഇവിടെ ഉള്ളൂ. മൂന്നാല് ജാക്കറ്റ് ഉണ്ട്. ഈ ഒരു റോ നിറച്ച് എൻ്റെ ജാക്കറ്റ് ആട്ടോ ഞാൻ വെളിയിൽ കൂടെ ഇടുന്നേ. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് എടുക്കുമ്പോൾ കുടിക്കാനായിട്ട് ഞാൻ നാരങ്ങാവെള്ളമൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ നാരങ്ങാവെള്ളം കുടിച്ച് നമുക്ക് പയ്യെ ക്ലീനിങ് നടത്താം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വലിയൊരു വേസ്റ്റ് കൂടാരം കാണാൻ പറ്റും. ഇത് അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. ഇത് ഞാൻ ഓരോ ടൈം എങ്ങോട്ടേലൊക്കെ പോയിട്ട് വരുമ്പോഴത്തേക്കും എൻ്റെ ബാഗിൽ നിന്ന് ഞാൻ എടുത്ത് ഇവിടെ വെക്കും.
ശരിക്കും പറഞ്ഞാൽ ഞാൻ നാട്ടിൽ നിന്ന് വരുന്ന ടൈമിൽ ഇങ്ങനെയുള്ള ക്ലീനിങ്ങോ ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി ഒന്നും ഞാൻ ആലോചിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം വീട്ടിലൊരു പണിയും ചെയ്യാണ്ട് സിംപ്ലി രാവിലെ എണീക്കുന്നു, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഫ്രണ്ടിൽ കൊണ്ട് തരുന്നു, കൈ കഴുകാൻ ഇപ്പോൾ ഇവൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ വെള്ളം വരെ എൻ്റെ ഫ്രണ്ടിൽ കൊണ്ട് തന്നുകൊണ്ടിരുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിന്ന് ഒരു വീട് കംപ്ലീറ്റ് നമ്മൾ നോക്കുക എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ എത്തിപ്പെടുക, ലൈക്ക് ഒരു ചെറിയ ഷോർട്ട് പീരീഡിൽ എത്തിപ്പെടുന്നത് വലിയൊരു കാര്യം തന്നെയായിട്ടോ ഞാൻ തോന്നുന്നത്. എന്തോ ഞാൻ എവിടെയോ എത്തിപ്പെട്ട പോലെ ഭയങ്കര മെച്യൂർഡായ ഒരു ഫീൽ, അല്ലെങ്കിൽ എനിക്ക് ഒത്തിരി ഏജ് ആയ ഒരു ഫീലൊക്കെ എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. 21 അല്ല, അതിൽ കൂടുതലെന്നുള്ളൊരു ഇത് തോന്നാറുണ്ട് കേട്ടോ. ആൻഡ് ശരിക്കും നല്ലൊരു കാര്യമാണ് നമ്മൾ ജീവിക്കുന്ന സറൗണ്ടിങ്സും കാര്യങ്ങളൊക്കെ നമ്മൾ വൃത്തിയായി സൂക്ഷിക്കുക എന്നുള്ളത്. പലപ്പോഴും പലർക്കും പറ്റാത്ത കാര്യമാണ് വർക്ക് പ്രഷറും കാര്യങ്ങളൊക്കെ കൊണ്ട്. ആൻഡ് സമയമുള്ള പോലെ ക്ലീൻ ചെയ്യുന്നതും ആയിരിക്കും. ഞാൻ അങ്ങനത്തെ ഉള്ളൊരു വ്യക്തിയാണ്. ഞാൻ എല്ലാ ദിവസവും ക്ലീൻ ആക്കി ഇടത്തില്ല, കാരണം എനിക്ക് പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ ഞാൻ ചില ദിവസങ്ങളിൽ എന്താ പറയുക, വെളിയിലൊക്കെ പോയിട്ട് വരുവാണെങ്കിൽ ബസ്സായിട്ട് കിടക്കുകയാണെങ്കിൽ ഓക്കെ കിടന്നോട്ടെ എന്നുള്ള രീതിയിലാണ് ഞാൻ വിടുള്ളൂ. പിറ്റേ ദിവസം ഞാനത് അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്ത് സെറ്റ് ചെയ്ത് ഇടുകയും ചെയ്യും. അതുപോലെ തന്നെ 2 ദിവസം കഴിയുമ്പോഴത്തേക്കും പിന്നെ വൃത്തിയിടാവും, അത് വേറൊരു കാര്യം. പക്ഷെ അതൊന്നും നമ്മൾ കാര്യമാക്കുന്നില്ല, ലൈഫാണല്ലോ. സോ ഇനി നമുക്കൊരു ബിഫോർ ആൻഡ് ആഫ്റ്റർ സെക്ഷൻ കാണാം. അല്ലെങ്കിൽ ഞാൻ ക്ലീൻ ചെയ്യുന്നത് മാത്രമേ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കേണ്ടി വരും. അപ്പോൾ നമ്മളൊരു സൈഡ് മാത്രമാണ് ക്ലീൻ ചെയ്തിട്ടുള്ളൂ, ഒരു പാളി മാത്രമാണ് നമ്മൾ ക്ലീൻ ചെയ്തിട്ടുള്ളൂ, ബാക്കി നമ്മൾ ചെയ്യാൻ പോകുന്നുള്ളൂ. അപ്പോൾ നമുക്കൊരു ബിഫോർ ആൻഡ് ആഫ്റ്റർ കാണാം. ഗായ്സ്, അങ്ങനെ ക്ലീനിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ജസ്റ്റ് കാണിച്ചു തരാം ഞാൻ. നിങ്ങൾ നേരത്തെ കണ്ട സ്ഥലമാണോ? കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്തേക്കാം. ഒത്തിരി ചേഞ്ചസ് ഒന്നുമില്ല, കുറച്ച് ചേഞ്ചസ് ഉണ്ട് കേട്ടോ. അപ്പം അങ്ങനെ നമ്മൾ ഹോളൊക്കെ ഒന്ന് വൃത്തിയാക്കി. ഞാൻ വന്നു കഴിഞ്ഞിട്ട് കാണിക്കാം. ഞാൻ ഇപ്പോൾ ജിമ്മിൽ പോകാൻ വേണ്ടി റെഡിയായി നിൽക്കുകയാണ്. അപ്പോൾ ജിമ്മിൽ പോയി നമ്മൾ വർക്കൗട്ടൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ വരുമ്പോഴത്തേക്കും ഞാൻ ക്ലീൻ ചെയ്ത ഹോള് കാണിക്കുന്നതായിരിക്കും. ഓർ ലിവിങ് റൂം കാണിക്കുന്നതായിരിക്കും. എൻ്റെ ഔട്ട്ഫിറ്റ് വന്നിട്ട് ഇതാണ്. ഇത് എൻ്റെ ഡ്രസ്സല്ല, എൻ്റെ കസിൻ വാങ്ങിച്ചായിരുന്നു, പുള്ളിക്കാരി എനിക്ക് തന്നാണ്. ഓക്കെ, അപ്പോൾ ഇത് ആ ഒരു ഡ്രസ്സ്. ആൻഡ് പിന്നെ എൻ്റെ ഒരു 3/4 ഇത് ടൈറ്ററാണ് കേട്ടോ, 3/4. ആൻഡ് ഐ എം സോ ഹാപ്പി, കാരണം എനിക്ക് കുറച്ച് ബട്ട് വെച്ചിട്ടുണ്ട്, ബട്ടൺ എക്സസൈസ് ചെയ്തിട്ട്. ഓക്കെ, പിന്നെ എൻ്റെ ഒരു ഫേവറേറ്റ് ജിം വെയർ അല്ല, ഇതൊരു പാൻറ്റല്ല, ഇതിനെന്തോ പേര് പറയും, എനിക്ക് അറിഞ്ഞൂടാ. എനിവേ, അപ്പോൾ അതൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ പോകുന്നത്. സോ അപ്പോൾ നമുക്ക് ജിമ്മിൽ പോയിട്ട് കാണാം. എനിക്കറിയില്ല വ്ലോഗ് എടുക്കാൻ പറ്റുമെന്ന്. റഷ് ആണെങ്കിൽ ഞാൻ ജിമ്മിൽ വ്ലോഗ് എടുക്കില്ല. ഷൈ, ജിമ്മിൽ ഞാൻ കുറച്ച് ഷൈ പേഴ്സണാണ്. അപ്പോൾ അല്ലെങ്കിൽ ഞാൻ വ്ലോഗ് എടുക്കാം കേട്ടോ. പിന്നെ എനിക്ക് ട്രൈപോഡൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല, കാരണം റിംഗ് ലൈറ്റ് ഉള്ള ട്രൈപോഡ് എൻ്റെ അടുത്തിരിക്കണം. വേറെ ഒരെണ്ണം വാങ്ങണം. അന്നേരം അത് കൊണ്ടുപോകുമ്പോഴുള്ള പ്രശ്നം, എല്ലാവരും സ്റ്റെയർ ചെയ്യും. കാരണം റിംഗ് ലൈറ്റ് കൂടെ ഉണ്ടല്ലോ. സാധാ ട്രൈപോഡ് ഇറങ്ങി കൊണ്ടുപോയായിരുന്നു. അപ്പം അതുകൊണ്ട് മാക്സിമം പറ്റുന്ന പോലെ ഞാൻ കാണിച്ചു തരാം. യെസ്, അപ്പം ശരിക്കും ഇവിടെ സമ്മർ ആയിട്ടില്ല, എങ്കിലും നല്ലൊരു വെതറാണ്. അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് ജാക്കറ്റോ കാര്യങ്ങളൊന്നും വേറേണ്ട ആവശ്യമില്ല. ഞങ്ങൾക്ക് ജാക്കറ്റ് ഇല്ലാണ്ടല്ലോ വേണ്ടിയിട്ടുണ്ട്. ചെറിയൊരു തണുപ്പുള്ളൊരു സുഖമുള്ളൊരു കാറ്റൊക്കെ അടിക്കും കേട്ടോ, സുഖമാണ്. വർക്കൗട്ടൊക്കെ കഴിഞ്ഞ് ഞാൻ വീട്ടിൽ പോകാൻ വേണ്ടി നിൽക്കുന്നു. കുറച്ച് സാധനമൊക്കെ വാങ്ങിച്ചു. പക്ഷേ അതിൻ്റെ ഒന്നും വീഡിയോ എടുത്തില്ല, കാരണം ഞാൻ വീഡിയോ എടുത്തോണ്ടിരുന്ന കേസ് മറന്നുപോയി. അതുകൊണ്ട് പിന്നെ ഞാൻ വീഡിയോ എടുത്തില്ല. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ കിടപ്പോഷം. എൻ്റെ വണ്ടി ഇപ്പോൾ വരുമായിരിക്കും. അപ്പോൾ വണ്ടി കയറി ഞാൻ വീട്ടിൽ പോകും. തിരക്കായിരിക്കും, കാരണം സ്കൂൾ വിടുന്ന ടൈം, സ്കൂൾ പിള്ളേരുണ്ടാവും നിറച്ച്. അപ്പോൾ ഇനി നോക്കട്ടെ, ഞാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു വണ്ടി വരാൻ വേണ്ടി. അപ്പോൾ അങ്ങനെ വണ്ടിയിലിരിക്കുന്ന ടൈമിൽ എനിക്കൊരു നോട്ടിഫിക്കേഷൻ വന്നു. വേറെ ഒന്നല്ല, ഞാൻ ഓർഡർ ചെയ്തിട്ടില്ല, എൻ്റെ കുറച്ച് ഡ്രസ്സ് ഡെലിവറി ആയി എന്നുള്ളൊരിത്. ആക്ച്വലി ഞാൻ കുറച്ച് ഡ്രസ്സ് ഓർഡർ ചെയ്തായിരുന്നു. അതവർ 2 പാക്കേജായിട്ട് ടൈലൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് അതിലൊരു പാക്കേജ് ഇപ്പോൾ വീട്ടിൽ ഡെലിവറി ആയിട്ടുണ്ട്. ഞാൻ രാവിലെ ജിമ്മിലേക്ക് പോയപ്പോൾ ഞാൻ ആലോചിച്ചു, DHLൻ്റെ ഒരു വണ്ടി കണ്ടപ്പം ഇന്ന് ഉടുപ്പ് കിട്ടും. അപ്പം നമുക്കിന്ന് വീട്ടിൽ പോയിട്ട് അതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ആദ്യമേ തന്നെ നമ്മൾ ഓർഡർ ചെയ്ത സാധനങ്ങളൊക്കെ പൊട്ടിച്ച് പറക്കി അപ്പം തന്നെ ഇട്ട് നോക്കുക എന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേക സുഖമാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ഇട്ട് നോക്കി റിട്ടേൺ കൊടുക്കണോ വേണ്ടയോ എന്നൊക്കെ നോക്കണം. നമുക്ക് ജസ്റ്റ് വെയിറ്റ് ചെയ്യാം, വീട്ടിലെത്തട്ടെ. നമുക്ക് നമ്മുടെ പേഴ്സിലൊക്കെ കിട്ടിയിട്ടുണ്ട്. വേഗം പോയി പൊട്ടിച്ച് നോക്കട്ടെ, വിശക്കുന്നുണ്ട്. കാര്യം പറഞ്ഞാൽ നമുക്ക് ഞാനൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. നമുക്ക് ദോശ തന്നെ കഴിക്കാം, രാവിലത്തെ ദോശയും സാമ്പാറും.
ദോശ ചൂടാനുള്ള ചട്ടി ചൂടാക്കാൻ വെച്ചിട്ട് നമുക്ക് പോവാം. കാരണം അത് ചൂടായി വരണമെങ്കിൽ ഇച്ചിരി നേരം എടുക്കും. അത് കഴിഞ്ഞ് ഡ്രസ്സ് ഇട്ട് നോക്കിയിട്ട് ഇനി കുഴപ്പമില്ല. ഡ്രസ്സ് ഇട്ട് നോക്കിയിട്ട് ഇനി ബാക്കി പണിയുള്ളൂ. വേഗം അത് ഇട്ട് നോക്കട്ടെ കേട്ടോ. കഴിയുമ്പോൾ നമുക്ക് ഒട്ടുമില്ല. അത് ഞാൻ അടുക്കളയിൽ കയറുന്നു. ദോശ ചൂടാനായിട്ട് ചൂടാക്കാൻ വേണ്ടി വയ്ക്കട്ടെ. അവിടുന്ന് ചൂടായിക്കോളും. ഓ ഇപ്പം എൻ്റെ സാമ്പാർ മറന്നേ നിലത്തി അടിയാനെ. ഓക്കെ, സോ നമുക്ക് വലിയ ഡ്രസ്സ് ഓരോന്നായിട്ട് പൊട്ടിച്ച് സെറ്റ് ചെയ്ത് നോക്കാം. ആദ്യം സാധനങ്ങളൊക്കെ കൊടുക്കാനായിട്ട് ജസ്റ്റ് ഒരു ചെറിയ പാക്കറ്റാണ്. ആൻഡ് ഐ ഡോണ്ട് നോ ഇതിൻ്റെ അകത്ത് എന്താണ് എന്നുള്ളത്. നമുക്ക് എടുത്ത് നോക്കാം. അയ്യോ, ഞാൻ കവറും കളഞ്ഞു. ഓക്കെ, ഇതിൻ്റെ അകത്ത് ഒരു ഡ്രസ്സും 2 ടോപ്സും ആണ്. സോ നമുക്കൊന്ന് വേഗം ഷെഡപടിയെന്ന് പറഞ്ഞിട്ടൊന്ന് ഇട്ട് നോക്കാം. ഓക്കെ, ഇട്ട് നോക്കിയിട്ട് നമുക്ക് കാണാം. ഓക്കെ, ഫസ്റ്റ് ടോപ്പ് വന്നിട്ട് ഇതാണ്. ഐ തിങ്ക് ഇതെനിക്ക് പെർഫെക്റ്റ് ആണ്. ലൈക്ക് കൈയൊക്കെ ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കുകയാണ്. എനിക്ക് ഇത്ര വണ്ണം വെച്ചോന്നാണ് ഞാൻ ഇപ്പോൾ ആലോചിക്കുന്നത്. കൈയൊന്നും എനിക്ക് ഇത്ര നേരത്തെ ഉണ്ടായിരുന്നില്ല. ആൻഡ് ഇവിടെ ചെറിയൊരു ലൂസ് ഉണ്ട് ഷോൾഡറിൻ്റെ അവിടെ. പക്ഷെ മേ ബി അത് ടോപ്പിൻ്റെ ഒരു രീതി അങ്ങനെ ആയിരിക്കും, വേറെ കുഴപ്പമൊന്നുമില്ല. സോ ഇത് ഞാൻ വെക്കാമെന്ന് ആലോചിച്ചു. ലൈക്ക് ഓക്കെ, ഇത് കയ്യിലിരുന്നോട്ടെ എന്നാണ് ഞാൻ ഇപ്പോൾ വിചാരിക്കുന്നത്. ഇത് സെറ്റ്. സോ നമ്മൾ സെക്കൻഡ് ടോപ്പ് വന്നിട്ട് ഇതാണ്. സെക്കൻഡ് ടോപ്പിലുള്ളൊരു പ്രശ്നം എനിക്ക് മനസ്സിലായതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഐ നീഡ് ടു ഫിഗർ ഔട്ട് ഏത് ബ്രാ ഞാൻ ഇതിൻ്റെ അടിയിലിടും. അല്ലെങ്കിൽ എനിക്ക് ഇതിന് വേണ്ടി സെപ്പറേറ്റ് ഒരു ബ്രാ വാങ്ങേണ്ട വരും. ഇതിപ്പോൾ ഞാൻ എൻ്റെ സ്പോർട്സ് ബ്രാൻഡ് അടിയിലാണ് ഇട്ടിരിക്കുന്നതെങ്കിലും ഇത് വലിയ തരക്കേടില്ല, ഐ തിങ്ക് സോ. പക്ഷെ ബാക്ക് കുറച്ചൊരു ഇതാണ്. ഓക്കെ, ഇതാണ് സെക്കൻഡ് ടോപ്പ്. ഐ തിങ്ക് ഇത് ഞാൻ വെക്കാമെന്ന് വിചാരിച്ചു. കാരണം ഐ തിങ്ക് ഇറ്റ്സ് ഒരു ബീച്ച് കൈൻഡ് ഒരു വൈബ് തരുന്ന ഒരു ടോപ്പാണ്. സോ ഞാനൊരു ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. മേ ബി നടന്നാൽ ഈ ഒരു ടോപ്പൊക്കെ ആയിട്ട് നമുക്ക് പോവാം. സോ എനിവേ, ഇങ്ങനെ ഒരു ടോപ്പ് ഇരിക്കട്ടായിരിക്കില്ല. നമുക്ക് അടുത്ത ടോപ്പ് ഇട്ട് നോക്കാം. ഇത് ഞാൻ വെക്കാൻ വേണ്ടി തീരുമാനിച്ചു. ആൻഡ് ഇതാണ് എൻ്റെ തേർഡ് ഡ്രസ്. എനിക്കിവിടെ കുറച്ചൊരു ലൂസാണ്. അത് ഇനി ഞാൻ കെട്ടിയേക്കുന്നതിൻ്റെ പ്രശ്നമാണെന്ന് എനിക്കറിയില്ലായിരുന്നു. കുറച്ചൊന്ന് മര്യാദയ്ക്ക് കെട്ടിയിട്ടുണ്ടെങ്കിൽ മേ ബി നോർമലായിട്ട് ഇരിക്കുമായിരിക്കും. ആൻഡ് എനിക്ക് തോന്നുന്നു എനിക്ക് ഇങ്ങനത്തെ ഒരു ഡ്രസ്സൊന്നും ഇല്ല. ഇതും കൈൻഡ് ഓഫ് ബീച്ചിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ആൻഡ് ഐ തിങ്ക് ഇതും വെക്കാം. എന്തിനാ കളയുന്നത്, യൂസ് ചെയ്യാമെന്ന് ഓർത്തു. കാരണം എനിക്ക് ഇവിടെ ജസ്റ്റ് ഒരു ഷേപ്പിൻ്റെ ഒരു പ്രശ്നമേ ഉള്ളൂ ഈ ഒരു ഭാഗത്ത്. ബാക്കിയെല്ലാം പക്കയാണ്. സോ ഐ തിങ്ക് ഇതും വെക്കാം. ആൻഡ് നമുക്കത് എങ്ങനെയെങ്കിലും സ്റ്റൈൽ ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ 3 ഡ്രസ്സുകൾ. അപ്പോൾ പാൻ നന്നായിട്ട് ചൂടാവട്ടെ. ആ ടൈം കൊണ്ട് ഞാൻ എന്താണ് കടയിൽ പോയി വാങ്ങിച്ചത് എന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതൊന്നുമില്ല, നമുക്ക് പ്രോട്ടീൻ ആവശ്യമായതുകൊണ്ട് തന്നെ ചിക്കൻ വാങ്ങിച്ചു. ഹെൻഷൻ ഷെങ്കിലാണിത്, വിത്ത് റിക്കൻ സ്റ്റോക്ക്. ഓക്കെ, അപ്പോൾ ഇത് ഒരെണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് 1 2 3 4 5 പീസസ് ഉണ്ട്. 5 പീസസ് എന്ന് പറയുമ്പോൾ എനിക്ക് 5 ഡേയ്സിലേക്കുണ്ട്. പിന്നെ സാൽമൺ വീട്ടിലിരിപ്പുണ്ട്. സോ അതുകൊണ്ട് ഞാൻ അങ്ങനെ വാങ്ങിച്ചത്. പിന്നെ ഞാൻ ജസ്റ്റ് ഒരു സ്പിനാച്ച് വാങ്ങിച്ചത്. ഫ്രോസൺ ആണ് കേട്ടോ, ഫ്രോസൺ സ്പിനാച്ചാണ്. തോരനോ കൊണ്ടെങ്കിൽ എന്തെങ്കിലും വെക്കാം. പിന്നെ പേസ്റ്റ് തീർന്നിട്ടുണ്ടായിരുന്നു, ഒരു പേസ്റ്റും. പിന്നെ ഇത് എനിക്ക് വിഷമപ്പോൾ ഞാൻ വാങ്ങിച്ചാണ് ഒരു ക്നോപ്പേഴ്സിൻ്റെ ഒരു കൊക്കോ സ്ട്രീക്കിൽ. കുഴപ്പമില്ല, എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടില്ല. ഓക്കെ, ഇത്രയും സാധനമാണ് ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ചുള്ളൂ. അപ്പോൾ ഞാൻ ദോശ ചുട്ടിട്ട് ഫുഡ് കഴിക്കട്ടെ കേട്ടോ, എന്നിട്ട് നമുക്ക് കാണാം. അപ്പോൾ അങ്ങനെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു. ഞാൻ ഇനി കുളിക്കാൻ പോകാൻ വേണ്ടി പോവാണ്. അപ്പം മുടിയിലൊക്കെ ഒന്ന് ഓയിൽ തേക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. ചടിയോ കാര്യങ്ങളൊന്നും ഒത്തിരി ഇല്ല കേട്ടോ. ഇനി ഓയിൽ തേക്കണം. അപ്പം ഞാൻ യൂസ് ചെയ്യുന്ന ഓയിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നായിരുന്നു. ഇതിനെന്തോ പേരുണ്ട് കേട്ടോ, എനിക്ക് ഓർമ്മയില്ല. മുടി വളരാൻ വേണ്ടിയിട്ട്. ആൻഡ് ഐ ഡോണ്ട് നോ ഇത് എഫക്റ്റീവ് ആണോ എന്ന്. ഞാൻ അങ്ങനെ ശ്രദ്ധിക്കാറില്ല ഗൈസ്. അപ്പം ഞാൻ മുടിയിൽ എണ്ണയൊക്കെ തേക്കട്ടെ. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് ഞാൻ വീട്ടിലൊക്കെ വിളിച്ച്
ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ആൻഡ് ഇനി പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. അതുപോലെ നമ്മളിന്ന് പ്ലാൻ ഇട്ട പോലെ എല്ലാ കാര്യങ്ങളും നടന്നില്ല. ജിമ്മിൽ പോയി പഠിക്കാനുണ്ടായിരുന്നു, അതൊന്നും നടന്നില്ല. കാരണം വേറെ എക്സ്ട്രാ കുറച്ച് ആക്ടിവിറ്റീസും കാര്യങ്ങളും ഉണ്ടായിരുന്നുകൊണ്ട് പഠിത്തം എന്നുള്ളത് സ്റ്റോപ്പ് ചെയ്തു. പിന്നെ ഞാൻ ആലോചിച്ചു, എനിക്ക് വെക്കേഷനാണ് നിലവിലിപ്പോൾ, അപ്പം ഞാനായിട്ട് തന്നെ ഒന്ന് റെസ്റ്റ് എടുക്കാം. എപ്പോഴും ഈ പഠിത്തം അതും ഇതുമായിട്ട് പോകുമ്പോൾ ബോഡിയും മൈൻഡും ഒക്കെ കംപ്ലീറ്റ് വീക്കാവും. പിന്നെ അടുത്ത ആഴ്ച മുതൽ പിന്നെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യണം, അപ്പോൾ പിന്നെ പഠിച്ചു തുടങ്ങാനുള്ളതാണ്. അതുകൊണ്ട് പിന്നെ ഓർത്ത് വന്നാൽ ഓക്കെ, ഇനി നാളെ ഒരു ദിവസത്തോടെ എനിക്ക് അവധിയുള്ളൂ, എന്നാൽ പിന്നെ ആ ഒരു ദിവസത്തോടെ നമുക്ക് റെസ്റ്റ് എടുത്ത് നോർമലായിട്ട് പോവാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ ഫുഡ് കഴിക്കണം. ഞാൻ സാൽമൺ ആക്കിയില്ല, കാരണം 2 ദോശയും കൂടെ ചൂടാനുള്ള ദോശമാവുണ്ട്, അതിന് കഴിക്കാനുള്ള സാമ്പാറും ഉണ്ട്. അപ്പോൾ ഞാൻ ഓർത്ത് എന്നാൽ പിന്നെ അത് കഴിച്ചിട്ട് കിടക്കാം. അപ്പോൾ പിന്നെ ഇനിയൊന്നും വേറെ ഉണ്ടാക്കണ്ടല്ലോ എന്ന് ഓർത്തു. എന്നിട്ട് ഇനി നമുക്ക് നാളെ രാവിലെ എന്തെങ്കിലും കഴിക്കാൻ ഉണ്ടാക്കാം. ബ്രെഡ് ഉണ്ട്, എന്തെങ്കിലുമൊക്കെ കഴിക്കാം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നിലവിൽ. അപ്പോൾ നമുക്ക് എന്താണെങ്കിലും അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോ സജഷനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. കുറേ പേര് കുറേ വീഡിയോ സജഷൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ചെയ്യാൻ പറ്റുന്നതെല്ലാം ഞാൻ ചെയ്യുന്നതായിരിക്കും കേട്ടോ. പിന്നെ ടൈം കിട്ടാത്തതുകൊണ്ടാണ് മറ്റേ ഇരുന്ന് ചെയ്യാൻ പറ്റുന്ന കൂട്ട് വീഡിയോ ചെയ്യാത്തത്. അപ്പോൾ നമുക്ക് എന്താണെങ്കിലും നോക്കാം. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.